ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ടെറസ് കിച്ചണിൽ തന്നെയാണ് വീണ്ടും നമ്മളൊരു സ്നാക്ക് ഐറ്റം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്നാക്സ് ഒക്കെ കാണിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ, അപ്പോൾ ഇനി ഒരു സ്നാക്കാണ് അല്ലേ. ഇത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ ചോദിക്കുന്നൊരു കാര്യമാണ്, എന്താണ് ഉള്ളിവട. ഉള്ളിവട ഉണ്ടാക്കാൻ വളരെ വളരെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരങ്ങളുടെ നാടൻ പലഹാരങ്ങളുടെ കൂട്ടത്തിൽ പഴംപൊരി, പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ളിവട, പിന്നെ പരിപ്പുവട. ഇതാണ് എൻ്റെ ഒരു ഇഷ്ട കാര്യങ്ങൾ. പിന്നെ ഉണ്ടാവുകയും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ തനി ടിപ്പിക്കൽ നാടൻ കടകളിൽ കിട്ടുന്ന, ചായക്കടകളിൽ കിട്ടുന്ന ഉള്ളിവടയാണ് കാണിച്ചു തരുന്നത്. ഇതൊരു 3 വർഷം മുന്നേ നമ്മൾ മാജിക് ആവണിൽ കാണിച്ചത്. 2017 മാജിക് ആവണിൽ ഈ ഒരു റെസിപ്പി കാണിച്ചത്. അപ്പോൾ അത് തന്നെ ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ 4 മീഡിയം സൈസ്, ഇടത്തരം സൈസിലുള്ള 4 സവാളയാണ് ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത്. അത് കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണമായിട്ട് മുറിക്കാം. അപ്പോൾ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഉള്ളിയെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി വയ്ക്കും. ഇങ്ങനെ കൈകൊണ്ട് ഞെടുന്നതിനൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ്, അതായത് ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ എതളുകളായിട്ട് ഇളകി വരും. 1, 2 ഇതിനകത്തുള്ള ഈർപ്പമൊക്കെ വെളിയിൽ വന്നിട്ട് നല്ല മോയിസ്റ്റായിരിക്കും. പിന്നെ നല്ല മോയിസ്റ്റാകും, അതോടൊപ്പം നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഞെരടിക്കൊണ്ടിരിക്കും. 5 മിനിറ്റ് വേണമെന്നില്ല, ഒരു 3 മിനിറ്റ് ആയാലും മതി. പക്ഷെ നന്നായിട്ട് നല്ല ബലമായിട്ട് തന്നെ ചെയ്യാം. ഇപ്പം തന്നെ അതിൽ നിന്നും ഇങ്ങനെ അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു, ഒണിയൻ ജ്യൂസ്. അപ്പോൾ ഒരു നല്ല ജ്യൂസി ആയിട്ട് മാറും, വാടി റെഡിയായി വരും. അപ്പോൾ ഇത് മിനിമം കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത്രയായാലോ, ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് അടച്ച് വെക്കുന്നു. എന്നിട്ടൊരു മിനിമം 15 മിനിറ്റ്, 15 minutes to 30 minutes, ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നാൽ ഏറ്റവും നല്ലത്. 15 മിനിറ്റെങ്കിലും ഇരിക്കണം. ഞാൻ കഴുകിയിട്ടൊക്കെ വരാം. പിന്നെ ഇതിൽ നമ്മൾ കടലമാവല്ല ചേർക്കുന്നത്, മൈദാമാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാടൻ ചായക്കടയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മൈദാമാവിലാണ് ചെയ്യുന്നത്. ഞാനൊരു ചായക്കടയിൽ പണ്ട് പോയി ഇത് കഴിച്ച് എനിക്ക് ഇഷ്ടമായി. ഞാൻ അവിടെ പോയി ചോദിച്ചു എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു. മനസ്സിലാക്കിയ കാര്യമാണ് മൈദയാണ് എൻ്റെ സീക്രട്ട്. അപ്പോൾ സമയം കറക്റ്റ് ഒരു അരമണിക്കൂർ ഏകദേശം ആകാറായി. ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. അതായത് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കും. ചെറിയ ഇതിൽ വയ്ക്കട്ടെ. പിന്നെ ഒരു ലോക്കറ്റ് ഉള്ളൊരു കാര്യം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പുതിയൊരു പെൻറ്റൻ മാതിരി. ഇത് നമ്മളുടെ പുതിയ മൈക്കാണ്. ഇനി ഈ മൈക്ക് ഉപയോഗിക്കുമ്പോൾ എല്ലാം ഇതിങ്ങനെ കാണും, ജസ്റ്റ് ലൈക്ക് എ പെൻറ്റൻ. നമ്മുടെ വട മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള എണ്ണ, അതായത് ഡീപ് ഫ്രൈ അല്ലേ ചെയ്യുന്നത്, വറുത്ത് കോരുകയാണ്. അപ്പോൾ ഇനി എണ്ണ ചെറിയ തീയിലിട്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഉള്ളി നല്ല സോഫ്റ്റായി അതിൻ്റെ ഈർപ്പമെല്ലാം ഇറങ്ങി അതിൻ്റെ ജ്യൂസൊക്കെ വെളിയിൽ വന്നിട്ട് അങ്ങനെ റെഡി ആയിരിക്കുവാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത്, ഇനി വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ചേർത്താൽ മതി. കാണാം എങ്ങനെയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ഒരു 1/2 കപ്പ് മൈദ മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. നോക്കി അതിൻ്റെ ടെക്സ്ചർ സോഫ്റ്റ് അല്ല, നല്ലതായിട്ട് പദം വന്നിരിക്കുവാണ്. നല്ല വാടി കുഴഞ്ഞ് ഇത്ര ജ്യൂസും ഉണ്ട്, ഇത്രയും ഉള്ളിയുടെ നീരും ഇറങ്ങിയിട്ടുണ്ട്. ആ ഉപ്പ് ഇങ്ങനെ മിക്സ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനിയാണ് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി. മുളക് പൊടിയുടെ അളവെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആണ്. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ എടുക്കും. ഓക്കെ, പിന്നെ എന്തിൽ ചേർക്കേണ്ടത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം, 1-2. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടാം, അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് അതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില മാത്രം മുറിച്ചിടും. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി 1/2 ടീസ്പൂൺ തൊട്ട് തുടങ്ങുന്നു അതിൻ്റെ ഒരു അളവ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു. അപ്പോൾ 1/4 ടീസ്പൂൺ
സോഡാപ്പൊടി. പക്ഷേ നിർബന്ധമില്ല, ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലാതെയും ചെയ്യും. ഇനിയാണ് മൈദാമാവ് പ്രയോഗം. മൈദാമാവ് എന്ന് പറയുമ്പോൾ ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ മൈദയുടെ പ്രൊപ്പോർഷൻ വളരെ കുറച്ച് മതി. ഉള്ളിയാണ് മുന്നിട്ട് വെക്കേണ്ടത്. ഉള്ളി കൂടുതലും മൈദ കുറവും, അതാണ് നമ്മളുടെ ആവശ്യം. ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ആവശ്യമില്ല ഇത് കുഴയ്ക്കാനായിട്ട്. ഈ ഒരു ഈർപ്പം മാത്രം മതി. ഈ എന്താ പറയുക, ഉള്ളിയുടെ ഈർപ്പം ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 1/2 കപ്പ് മൈദാമാവും ചേർത്തു, റെഡി. ഇനി എണ്ണ ചൂടാകുന്ന താമസം, അത്രേ ഉള്ളൂ. ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം. അപ്പോൾ കയ്യും കഴുകി കുറച്ച് വെള്ളവും എടുത്തിട്ട് വന്നു. ഓക്കെ, എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് അപ്പോൾ കയ്യിൽ ഈർപ്പമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പലരും പല രീതിയിലാണ് ഉള്ളിവട ചെയ്യുന്നത്. അതായത് ചിലരാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തട്ടി ഏതാണ്ട് ഉഴുന്നുവടയോ പരിപ്പുവടയൊക്കെ ചെയ്യുന്ന പോലെ ഫ്ലാറ്റായിട്ട് ചെയ്യും. അല്ലാതെ ചില ആൾക്കാർ ഇങ്ങനെ വെറുതെ ഷേപ്പ് പ്രത്യേകിച്ചില്ലാണ്ട് ഇങ്ങനെ ഇത് ചെയ്യും. ഓക്കെ, വലിയ വലിയ ഒരു പിടിയായിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഉരുട്ടി ബോളായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. കൈ നനച്ചു, എണ്ണയും ചൂടായി. അപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒരൽപ്പം പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് എടുക്കാൻ നോക്കിക്കോളാം. നമുക്ക് ഏത് സൈസ് വേണം അതനുസരിച്ചിട്ട് ഉള്ളിവടയെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലുള്ള ഉള്ളിവടയാണ് ഞാനിപ്പോൾ ആദ്യത്തെ 3 എണ്ണം. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കടന്നിട്ട് നോക്കട്ടെ. അപ്പോൾ ഉള്ളു അകത്തും നന്നായിട്ട് വേഗം, പുറഭാഗം നല്ല കരികരിപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ശരിക്കും ഒന്ന് സെറ്റാണ്. അതായത് ഇതിൽ മാവ് വളരെ കുറവാണ്, ഉള്ളിയാണ് കൂടുതൽ. അങ്ങനെയാണ് വേണ്ടത്. റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി പതുക്കെ നമുക്കൊന്ന് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ആയി വരുന്നുണ്ട്. കളറെല്ലാം പതുക്കെ പതുക്കെ മാറും. നല്ല മണം മരിഞ്ഞ് വരുന്ന ഉള്ളിവടയുടെ മണം. എണ്ണയിൽ നിന്ന് എടുക്കാൻ പോകണേ. ആദ്യത്തെ 4 എണ്ണം നോക്കിക്കോളൂ. അതിൻ്റെ കളറല്ല നല്ല ഗോൾഡൻ ബ്രൗൺ കളർ നോക്കുന്നില്ലേ. പാകത്തിന് നോക്കി കഴിഞ്ഞു. നന്നായിട്ട് എണ്ണ ഇങ്ങനെ വാർന്നു പോയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റും. ഇതിന്നൊരു മുക്കലും കൂടി ഉണ്ട്, അതും കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം. ഫസ്റ്റ് സ്ലോട്ട് ഇസ് റെഡി. നല്ല കരികരിപ്പായിട്ട്, അയ്യോ നല്ല മണം. അങ്ങനെ നല്ല മുരുമുര ഇരിക്കുന്ന ഉള്ളിവട റെഡി. ഞാനിപ്പോൾ ഒരു കോഡ്ലെസ് മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓടി നടക്കണം. കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായി. ഈ കോഡുള്ള മൈക്കും കോഡില്ലാത്ത മൈക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. അടുത്ത സെറ്റ് ഇടാൻ പോകുമ്പോൾ ഇത് അല്പം വലിപ്പത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സൈസ് കണ്ടാൽ മതിയല്ലോ. ഇതിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-12 ഉള്ളിവട ഉണ്ടാക്കാം. ഇത് പക്ഷെ അത്രയും ഇല്ല, ഒരു 10. ഈ സൈസാണെങ്കിൽ ഒരു 10 എണ്ണം കിട്ടും. ലാസ്റ്റ് ഉള്ളിവട ഇട്ട് ലാസ്റ്റ്. അപ്പോൾ നല്ല മുരുമുര എന്നുള്ള ഉള്ളിവട റെഡിയാകുന്നു. ഇനി നല്ല ചൂട് ചായയുടെ കൂടെ കോമ്പിനേഷൻ. മഴക്കാലമാണെങ്കിൽ പറയാനുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ നാട്ടിൻ പുറത്തുള്ളിൽ ചായക്കിടന്നിട്ട് നല്ല രസമാണ്.
പിന്നെ കണ്ണാടി കൂട്ടിലിട്ട് വെച്ചിരിക്കും ഉള്ളിവട, പലതരം പലഹാരങ്ങൾ, ഉള്ളിവട നല്ലതാണ്. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇടത്തരം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഉള്ളു നന്നായിട്ട് വേഗം ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളി വളരെ കുറച്ച് മാങ്ങലേ ഉള്ളൂ. പുറമൊക്കെ നല്ല മുരിങ്ങ. അടുത്ത ലോട്ടും നമുക്ക് എണ്ണയിലാണ് മാറ്റാം. ഓക്കെ, തീ ഓഫ് ചെയ്ത് കഴിയും. ഓക്കെ, നമ്മുടെ മുരുമുര ഉള്ളിവട. സോ എൻ്റെ ഫേവറേറ്റ് കാര്യമാണ്. നിങ്ങളുടെയും ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഉള്ളിവട നല്ല കരുകരുപ്പായിട്ട് ചേച്ചിയുടെ സ്റ്റൈലൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഇത് ഒരു നമ്മളെ സ്ഥിരം സ്റ്റൈലാണ്, ചായക്കട സ്റ്റൈലാണ്. ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡ്. ഇത് പണ്ട് ഒരു 3 വർഷം മുമ്പ് ഉണ്ടാക്കിയപ്പോഴും എല്ലാവർക്കും ഭയങ്കര നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഈ രീതിയിലാണ് ചായക്കടകളിൽ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ വ്യത്യാസമായിട്ട് ചെയ്യുന്നവരും ഉണ്ടാകാം എങ്കിലും, പക്ഷേ ഇതൊരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പം, ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഒരു ഹാർഡ്ലി ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് സവാളയ്ക്ക് കൊടുത്താൽ മാത്രം മതി. അത്രയും ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സിങ് എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാവെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് തുടങ്ങാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൊടുത്തിട്ട് ചെയ്യാം. ഇനി സന്ദേശം അപ്പോൾ റെഡിയാണല്ലോ. ഇനി കഴിക്കണം. അത് ഞാൻ ആദ്യം നമ്മൾ വറുത്തെടുത്തില്ലേ, അത് ആ ബട്ടർ ചൂടിൽ അതെടുക്കണേ. അപ്പോൾ ഞാനൊരു ഉള്ളിവട എടുക്കും. യെസ്, കണ്ടോ, ഇതാണ് എൻ്റെ ഒരു ടീ. വെരി നൈസ്. പുറമേ കരുതരുപ്പ്, ഉള്ളിൽ പാകത്തിന് വെന്തിട്ടുണ്ട്. വെരി വെരി ടേസ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യാം. സോഡാപ്പൊടി ഒരു മസ്റ്റേ അല്ല, ഇല്ലാതെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഏതാണ്ട് ഇങ്ങനെ തന്നെ ഞാനത് ആ സമയത്ത് എൻ്റെ റെസിപ്പിയിൽ ഞാനത് ചേർത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ചേർത്ത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഓപ്ഷനിൽ ആയിട്ട് വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആയിട്ട് ചെയ്യാം. കഴിച്ചു തുടങ്ങി പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും. ഉള്ളി അത് ചെറിയ പറഞ്ഞ ഉള്ളി ഇങ്ങനെ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ എന്താ ടേസ്റ്റ് വേണം. ഉള്ളി വെറുതെ എണ്ണയിൽ വറുത്ത് കോരി വെച്ചാലും ഭയങ്കര സ്വാദം. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും. എക്സെപ്റ്റ് ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, പിന്നെ ഒരു കമൻറ്റ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you for watching and keep on watching Lekshmi Nair.